ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ ചാനലിന് 100% ഗ്രോത്ത് എല്ലാം ലഭിക്കും. അതായത് നമ്മൾ ചാനൽ കാറ്റഗറിയെ കുറിച്ചാണ് പറയുന്നത്. ശരിയായ കാറ്റഗറിയാണ് നമ്മുടെ ചാനലിന് നൽകുന്നത് എങ്കിൽ നമ്മുടെ ചാനലിന് നല്ല ഗ്രോത്ത് എല്ലാം ലഭിക്കും. യൂട്യൂബിൽ ശരിയായ ചാനൽ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ ശരിയായ ഓഡിയൻസിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുകയും അതുവഴി നമ്മുടെ ചാനലിൻ്റെ എൻഗേജ്മെൻറ്റ് അതുപോലെ ചാനൽ പെട്ടെന്ന് വളരാനെല്ലാം ഇത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചാനലിന് ശരിയായ ചാനൽ കാറ്റഗറി നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ തന്നിരിക്കുന്ന 15 കാറ്റഗറിയിൽ നിന്നും ശരിയായ കാറ്റഗറി അല്ല നിങ്ങളുടെ ചാനലിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ചാനൽ ഗ്രോ ആകില്ല. അതുപോലെ നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറയാനും ഇത് കാരണമാകും. വ്ളോഗ്സ് എല്ലാം ചെയ്യുന്ന ചാനലിന് ഏത് കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ കുക്കിംഗ് എല്ലാം ചെയ്യുന്ന ചാനലിന് ഏത് കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഇത്തരത്തിൽ ഡൗട്ട് ചോദിച്ച് എനിക്ക് കുറേ മെസ്സേജസ് എല്ലാം വരാറുണ്ട്. അതിനാൽ തന്നെ നമുക്ക് യൂട്യൂബിൽ വന്നിരിക്കുന്ന എല്ലാ ചാനൽ കാറ്റഗറിയെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് ഏത് കാറ്റഗറി സെലക്ട് ചെയ്യണമെന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഓട്ടോസ് ആൻഡ് വെഹിക്കിൾസ് ആണ്. നിങ്ങൾ കാർസിനെ കുറിച്ച്, ബൈക്സിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റു ഓട്ടോമൊബൈൽ വെഹിക്കിൾസിനെ കുറിച്ചെല്ലാം വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. അതായത് വെഹിക്കിളിനെ കുറിച്ച് റിവ്യൂസ് എല്ലാം നൽകുന്നത്, ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് വരിക. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കോമഡി എന്ന കാറ്റഗറിയാണ്. പലർക്കും ഈ ഒരു കാറ്റഗറിയിൽ ചെറിയ കൺഫ്യൂഷൻ എല്ലാം വരാറുണ്ട്. അതായത് അവർ ചെയ്യുന്ന വീഡിയോസ് ഇത് കോമഡി എന്നതിൽ സെലക്ട് ചെയ്യണോ അതോ എൻ്റർടൈൻമെൻറ്റ് എന്നത് സെലക്ട് ചെയ്യണോ എന്നെല്ലാം. അപ്പോൾ എത്തരത്തിലുള്ള ചാനലാണ് കോമഡി കാറ്റഗറി സെലക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങൾ കോമഡി സ്കിറ്റ്സ്, ഫണ്ണി വീഡിയോസ് അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി വീഡിയോസ് എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്ന ഒരു ചാനലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. ഇനി എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി എന്താണ് എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഡാൻസ് വീഡിയോ, സ്റ്റൺസ്, മാജിക് ഷോസ്, അതുപോലെ ചാറ്റ്, പോഡ്കാസ്റ്റ് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. അതായത് മിക്സഡ് ഇമോഷനിലുള്ള വീഡിയോസ് എല്ലാം സ്യൂട്ടാകുക എൻ്റർടൈൻമെൻറ്റ് എന്ന കാറ്റഗറിയിലാണ്. അടുത്ത ഒരു കാറ്റഗറി എഡ്യൂക്കേഷൻ ആണ്. അതായത് എഡ്യൂക്കേഷൻ കോഴ്സസ് എല്ലാം നിങ്ങളുടെ വീഡിയോയിൽ നൽകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. ഫാക്റ്റ് ചാനലെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് വരിക. ഇനി വരുന്നൊരു കാറ്റഗറിയാണ് ഫിലിം ആൻഡ് അനിമേഷൻ. ഫിലിം റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നത്, അതുപോലെ ബിഹൈൻഡ് ദി സ്ക്രീൻ വീഡിയോസ് ചെയ്യുന്നത്, കാർട്ടൂൺ വീഡിയോസ് ചെയ്യുന്നത്, അനിമേറ്റഡ് വീഡിയോസ് ചെയ്യുന്നത്, അതുപോലെ എന്തെങ്കിലും ഷോസിനെ കുറിച്ചെല്ലാം വീഡിയോസ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ് വരിക. അടുത്ത ഒരു കാറ്റഗറിയാണ് ഗെയിമിംഗ്. ഗെയിമിങ്ങിൽ വരുന്നത് ഗെയിമിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നത്, അതായത് ഗെയിമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഗെയിമിൻ്റെ റിവ്യൂ ചെയ്യുന്നത്, ഗെയിം പ്ലേ ചെയ്യുന്നത്, ഗെയിം ആപ്പിനെ കുറിച്ച്, അതുപോലെ ഗെയിം ടിപ്സ്, ട്രിക്സ് ഇവയെല്ലാം നൽകുന്നത്, ഇതെല്ലാം തന്നെ ഗെയിമിംഗ് എന്ന കാറ്റഗറിയിൽ സെലക്ട് ചെയ്യാം. അടുത്ത ഒരു കാറ്റഗറി ഹൗ ടു ആൻഡ് സ്റ്റൈൽ എന്ന കാറ്റഗറിയാണ്. ഹൗ ടു റിലേറ്റഡ് ആയ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്, അതായത് ഹൗ ടു ക്ലീൻ എ റൂം, ഹൗ ടു മേക്ക് ചപ്പാത്തി, ഹൗ ടു ഡു മേക്കപ്പ് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ് വരിക. കുക്കിംഗ് റിലേറ്റഡ് ആയ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് ഹൗ ടു മേക്ക് ചിക്കൻ കറി, ഹൗ ടു മേക്ക് വെജ് കറി ഇത്തരത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ട്യൂട്ടോറിയൽ എല്ലാം നൽകുന്നവർക്കും ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. അതുപോലെ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്കും ഈ ഒരു കാറ്റഗറി സ്യൂട്ടബിൾ ആണ്. അടുത്തത് മ്യൂസിക് എന്ന കാറ്റഗറിയാണ്. മ്യൂസിക് എന്ന കാറ്റഗറിയിൽ മ്യൂസിക്കിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്നത്, മ്യൂസിക് കവർ ചെയ്യുന്നത്, അതുപോലെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം പ്ലേ ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ഈ ഒരു കാറ്റഗറിയിലാണ് വരിക. ഇനി വരുന്ന ഒരു കാറ്റഗറിയാണ് ന്യൂസ് ആൻഡ് പൊളിറ്റിക്സ് എന്നത്. കറണ്ട് അഫയേഴ്സ്, ലേറ്റസ്റ്റ് ന്യൂസ്, അതുപോലെ പൊളിറ്റിക്കൽ വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്ക് ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം.
അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ആക്ടിവിസം ആണ്. ഒപ്പീനിയൻ എല്ലാം നൽകുന്ന, അതുപോലെ നോൺ പ്രോഫിറ്റബിൾ ആയ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്, സോഷ്യൽ മെസ്സേജസ് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്ക് ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ്. ഒരുപാട് പേർക്ക് ഡൗട്ട് എല്ലാം ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറിയാണിത്. സാധാരണ വ്ളോഗ് എല്ലാം ചെയ്യുന്നവർ ഈ കാറ്റഗറിയാണ് സെലക്ട് ചെയ്യുന്നത് എന്നാണ് കരുതുക. എന്നാൽ എല്ലാ തരത്തിലുള്ള വ്ളോഗ്സും ഈ ഒരു കാറ്റഗറിയിൽ സ്യൂട്ട് ആകില്ല. അതിനാൽ തന്നെ ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് ഈ കാറ്റഗറിയിലേക്ക് മാച്ച് ആവുക എന്ന് നോക്കാം. പീപ്പിളിനെ കുറിച്ച് അതുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്ക് ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. അതുപോലെ ഡെയിലി വ്ളോഗ്സ്, ഫൺ വ്ളോഗ്സ്, ഫാമിലി വ്ളോഗ്സ് എല്ലാം ചെയ്യുന്നവർക്കും ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. ഇനിയുള്ള മറ്റൊരു കാറ്റഗറി പെറ്റ്സ് ആൻഡ് അനിമൽസ് ആണ്. ഇവിടെ കൺഫ്യൂഷൻ ഒന്നും വരാൻ സാധ്യതയില്ല. പെറ്റ്സിനെ കുറിച്ച്, അനിമൽസിനെ കുറിച്ചെല്ലാം വീഡിയോസ് ചെയ്യുന്നവർക്ക് അവർക്ക് ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. അടുത്ത ഒരു കാറ്റഗറിയാണ് സയൻസ് ആൻഡ് ടെക്നോളജി. ലേറ്റസ്റ്റ് ഗാഡ്ജറ്റ് റിവ്യൂസ്, മൊബൈൽ കമ്പ്യൂട്ടർ അൺബോക്സിംഗ്, സോഷ്യൽ മീഡിയ ടിപ്സ് ആൻഡ് ട്രിക്സ്, പുതിയ ടെക്നോളജി ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്ക് ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. അടുത്ത ഒരു കാറ്റഗറിയാണ് സ്പോർട്സ് കാറ്റഗറി. സ്പോർട്സുമായി റിലേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്ക് ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. ഉദാഹരണമായി ക്രിക്കറ്റ്, ഫുട്ബോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്കെല്ലാം ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. ഇനി വരുന്നൊരു കാറ്റഗറിയാണ് ട്രാവൽ ആൻഡ് ഇവന്റ്സ്. അപ്പോൾ കുറെ വ്ളോഗ് ചാനലുകൾക്ക് ഈ ഒരു കാറ്റഗറിയാണ് സ്യൂട്ട് ആകുക. അതായത് നിങ്ങൾ ട്രാവൽ അല്ലെങ്കിൽ ഇവന്റ് എല്ലാം ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന വ്ളോഗേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്കെങ്കിലും ടൂർ എല്ലാം പോകുന്നത്, ട്രിപ്പ് എല്ലാം പോകുന്നത്, ഗോവ ട്രിപ്പ്, സിംഗപ്പൂർ ട്രിപ്പ് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നത്, അതുപോലെ ട്രാവൽ ഗൈഡ് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം നിർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ ചാനൽ ഈ പറയുന്ന കാറ്റഗറിയുമായി മാച്ച് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒരുപാട് വലിയ ഒരു കാറ്റഗറിയാണിത്. ഒരുപാട് പേർ സെലക്ട് ചെയ്യുന്നതുമായ ഒരു കാറ്റഗറിയാണിത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.